ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴവും ബ്രെഡും ഉപയോഗിച്ച് ഒരു നല്ലൊരു സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 8 ബ്രെഡും ഒരു വലിയ പഴുത്ത നേന്ത്രൻ പഴവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം പഴം നമ്മൾ മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത്, ഞാൻ ഇവിടെ 3 സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നുള്ളത്. നന്നായി ഒന്നുകൂടെ അടിച്ചെടുക്കുക. ഇതിലേക്ക് ഏലക്ക പൊടി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, ഞാനിവിടെ എടുത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ വേറൊരു പ്ലേറ്റിൽ ഞാൻ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ബ്രെഡ് പൊടിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരുപാട് വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒരു പഴം 8 ബ്രെഡിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോൾസ് ആക്കാനുള്ള പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ നേന്ത്രൻ പഴത്തിലേക്ക് 8 ബ്രെഡ് എന്ന കണക്കിൽ എല്ലാവരും എടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. അതുപോലെ ബോൾസ് ആക്കി എടുക്കുന്നവർക്ക് ബോൾസ് ആക്കിയിട്ടും എടുക്കാവുന്നതാണ്. എങ്ങനെയായാലും നല്ല ടേസ്റ്റിയാണ്. അതിനിടയിൽ ഞാൻ ഓയിൽ ചുടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ഓയിൽ മതി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഇത് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേ ഇരിക്കണം ഇത്, അല്ലെങ്കിൽ ഒരു സൈഡ് നല്ലോണം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്നും ഈസി ആയിട്ടും വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു ചായക്കടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.